അങ്ങനെ നമ്മൾ പോവായിരിക്കും. എൻ്റെ അമ്മ ഭയങ്കര ആട്ടം. ഈ ആക്ച്വലി ഈ വഞ്ചികള് ഭയങ്കര ആട്ടം. അതാണ് എനിക്കൊരു സ്കെപ്റ്റിക്കൽ. ഇരിക്കുമ്പോ ശരിയാവൂല്ലേ? ആ ശരിയാ. അത് ഈ പോർക്ക് അടുത്തല്ലേ അല്ലേ? കണ്ട കണ്ട അവള് പോകണ്ട. എല്ലാരും ഒരു ഹായ് പറയൂ. ഹായ്. നമ്മൾ പോവാണ്. ഈശ്വര, എനിക്കെന്തോ ഒരു പേടി. ഭയങ്കര ആട്ടം. ഓ അതുണ്ടാവുമായിരിക്കും. അമ്മ വല്ല ക്രൂയിസിന് വന്ന പോലെയാണല്ലോ ഇരിക്കണേ. നീന്തറിയണ്ടേ? അയ്യോ നല്ല പോട്ടായിരുന്നു അത്. കുഴപ്പമില്ല, അവരാസ്വദിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കൊണ്ടോള ബോട്ടിലാണ്. നമുക്കൊരു ചുള്ള ഇറ്റാലിയൻ ഡ്രൈവറുണ്ട്. ഡ്രൈവറിന് ഓ പിന്നെ ഒന്നും നോക്കാറില്ല. അഞ്ചിക്കാരൻ ഡ്രൈവറിന് ഭയങ്കര ആട്ടം. അയ്യോ ബോട്ട്സ് ഉണ്ട് ഇതുപോലെ. ഈ അതെ ശരിയാട്ടോ. നല്ല ട്രാക്കൊക്കെ വെക്കണായിരുന്നു ആക്ച്വലി. എന്തെങ്കിലും ആ ഉണ്ട് കൊള്ളാം. പക്ഷെ വാവ്, ദിസ് ഈസ് നൈസ്. ആക്ച്വലി നേരത്തെ വന്നാൽ നന്നായില്ല. ഈ ഒരു സമയത്ത് വലിയ വെയിലില്ല. ഉച്ചവെയിലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര സീനായത്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഇവിടെ കനാലിലേക്ക് പോവാണ്. അമ്മ അങ്ങോട്ട് നോക്കിക്കോ, തലമുട്ടോ നോക്കിക്കോ. വാവ്, ദാറ്റ് ഈസ് നൈസ്. വാവ്, ഇത് പണിതെടുത്തതല്ലേ ഇങ്ങനെ? നല്ല ചേച്ചി എന്താ. വാവ്, ദിസ് ഈസ് സോ നൈസ്. ഇങ്ങനെ കാണുന്നല്ലോ രസം ആക്ച്വലി. നടന്ന് കാണുന്നതിലും അല്ല ഇതല്ല, ഇങ്ങനെ അവര് വാക്കിംഗ് ടൂറാന്ന് പറഞ്ഞിട്ട്. വാവ്, ദാറ്റ് ഈസ് നൈസ്. ഇങ്ങനെ ഈ ബിൽഡിങ്ങുകളുടെ ഇടയ്ക്ക് വന്നപ്പോ നടക്കണേ. ഇവരിത് എങ്ങനെ പണിതു എന്നുള്ളത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹോട്ടൽ കൊളംബിയ അല്ല കൊളംബീന. ഇവിടെ കണ്ടാ ആക്ച്വലി മറ്റേ സൈഡ് മിററുണ്ട്. വളവിലാരെങ്കിലും വേറെ ബോട്ട് വരുന്നോന്ന് അറിയാനായിട്ട്. ഇവിടെ ഇനി ബോട്ട് ട്രാഫിക് ഇവിടെ ബോട്ട്. ആ 2-3 ബോട്ട് ഓൾറെഡി. നോക്ക് സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കണ്. ഐ തിങ്ക് നമ്മള് തായ്ലൻഡിലോ അങ്ങനെയൊക്കെ എവിടെയൊക്കെയോ അല്ലേ സിറ്റീസില് എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല മനസ്സിലായി. കൊള്ളാം. This is not any other ordinary boat. ഇവരൊക്കെ നമ്മളുടെ ഫോട്ടോ എടുക്കാൻ തോന്നും. എന്താ ചെയ്യാ? കണ്ടോ ആ പീക്കില്ലേ ഈ ഫ്രണ്ടിലത്തെ. നമുക്ക് ചേട്ടനടുത്ത് എന്തെങ്കിലും വർത്താനം ചോദിക്കാം. ചേട്ടനെ എഴുതിയിട്ട് ഹായ് ബ്രോ, വാട്ട് ഈസ് യുവർ നെയിം? ഹായ്, വാട്ട്സ് യുവർ നെയിം?
Emiliano. Okay, nice Are you name. from Venice itself? Okay. Okay. ഒറിജിനൽ ഇവിടുത്തെ നാട്ടുകാരനാണ്. ലോക്കൽ. അതേ ഡ്രസ്സും ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് ക്രൂസ് കഴിഞ്ഞു. സെയിം നമ്മുടെ ബാക്കിലെ ഡ്രൈവറിന് അതേ ഷർട്ടും ഹാറ്റും ഇങ്ങനെ ഇട്ടേക്കണം. ട്വിൻസ് ആവുന്നുണ്ട്. ട്വിൻസ് പോലെ വന്നു കണ്ടു. ഓ ഭയങ്കര കൺജസ്റ്റഡായി പോകും. ഇപ്പൊ ചിരിക്കും ഇവിടെ ചിരിക്കും. അനങ്ങാണ്ട് അവിടെ ചിരിച്ചു തന്നെയുണ്ട്. ഒരു ഭയങ്കര ടെക്നോളജി, ഭയങ്കര സ്കില്ലാണ്, പ്യൂർ സ്കിൽ. വെറുതെ നിൽക്കും എന്നിട്ടിങ്ങനെ അടുത്ത തറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുനിയും. ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അമ്മയോട് ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക വണ്ടി. അയ്യോ അവര് നമ്മളെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് പോസ്റ്റ് ചെയ്ത് കൊടുക്കല്ലേ അവർക്ക്. ഞങ്ങള് ഇത് കഴിഞ്ഞു. ഗോണ്ടോള ക്രൂയിസ് നല്ലതായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് കോസ്റ്റ് €80 4 or 5 people, which is worth it. കാരണം അങ്ങനെ ആ ഇതിനുള്ളിലൊന്നും നമുക്ക് അല്ലാണ്ട് കാണാൻ പറ്റില്ല, നടന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ. ദാറ്റ് ഇസ് വർത്ത് എവറി പെനി ഐ ഗെസ്. ഇവര് ഇങ്ങനെ കുറച്ച് സ്കിൽഫുള്ളൊക്കെ ആയിട്ടാണ് ഓടിക്കുന്നത്. ചെരിച്ച് ബോട്ടൊക്കെ അങ്ങനെ ടിപ്പൊക്കെ കൊള്ളാതെ രീതിക്ക് ആലിക്കോടൊക്കെ. ഇറ്റ്സ് നൈസ്, റിയലി നൈസ് എക്സ്പീരിയൻസ്. ഈ പള്ളി ആക്ച്വലി വളരെ AD 300 ഞാനും പണിത പള്ളിയാണ്. ആൻഡ് 1200 AD ദിസ് വാസ് റീനോവേറ്റഡ്. ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. പക്ഷേ വൺ ക്യൂ ആണ് ഇത് കയറാനായിട്ട്. സോ കയറുന്നില്ല, എന്തിൽ പറ്റും. ഹിയർ ഓൺ ദ മൂവ്. വൻ ഫോട്ടോഷൂട്ട് നടത്തുന്നത് അമ്മ. ദിസ് പള്ളി ഈസ് ഹ്യൂജ് മാൻ, സോ ഹ്യൂജ്. അവിടെ ആരോ കീസ് വയ്ക്കുന്നുണ്ടല്ലേ. നമുക്ക് അടുത്തുനിന്ന് കേൾക്കാൻ നോക്കാം കേട്ടോ. കീസിൻ്റെ അളത്തപ്പി അതിസാഹസികമായി. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊരാളും ഇങ്ങനെ വായിച്ചിട്ടില്ല. അയ്യോ ഈ ഒരു പള്ളി പോലത്തെ റിനോവേഷനിലാണ്. ഓയ്യോ ഇത് അടിപൊളി, എൻ്റെ പൊന്നെ. നോക്കിയല്ലേ, വാവ് വാട്ട് എ സിമെട്രി. അയ്യോ വെള്ളം ഇവിടെ മനസ്സിലാവും. അയ്യോ വെള്ളം 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 നിറച്ച് വെള്ളം. പക്ഷേ ദ സിമെട്രി ഓഫ് ദിസ് ഇസ് സ്പെക്ടാക്യുലർ. വാവ് ഇവിടെ റിനോവേഷൻ നമുക്കാണ്. എൻ്റെ പൊന്നെ നമുക്ക് പോയി നോക്കാം. പാലസ് ആണെന്നാണ് പറഞ്ഞത്, വെറുതെ അല്ല. ഇത്രയും ഗ്രാൻഡ് ആർക്കിടെക്ചർ, ഒരു രക്ഷയില്ല. സൂപ്പർ. ഫോട്ടോ എടുക്കാൻ വന്നതാ. ആക്ച്വലി പാലസ് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ കോഫിക്കും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാം തരും, നമ്മുടെ ഇഷ്ടം. നമുക്കിപ്പോൾ കോഫി ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ നീ വായിച്ച കണ്ടു. ബിൽഡിങ് എന്ത് സ്ട്രെച്ചാലോ എങ്ങനെ ഒരേ വീതി, ഒരേ ടൈപ്പ്. കുറേയധികം നാഷണാലിറ്റീസ് ഉണ്ട്.
നേരത്തെ പിയാനോ കണ്ടില്ലേ, അതുപോലെ ഇവിടെ നൈസ് ഓർക്കസ്ട്ര ഉണ്ട്, സാക്സോ, ചെല്ലോ, അങ്ങനെ എന്തൊക്കെയോ. വാവ്, നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാം. എന്ത് ചെയ്യും? അയ്യോടാ, ഓക്കെ നമുക്ക് സാക്സോ അല്ല, അവിടെ നമുക്ക് സാക്സോ കാണാം. നമുക്ക് അതിനടുത്തേക്ക് പോയി നോക്കാം. അയ്യോ, ഫ്ലൈ മീറ്റ് പോണ വായിക്കണേ. അല്ലല്ല, വാവ്, കറക്റ്റ് ടൈമിന് വന്നു. പൊളി പൊളി, awesome. ഓക്കെ, സോ ഈ സ്ഥലം ഭയങ്കര രസമാണ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ആക്ച്വലി. അതുകൊണ്ട് ഇവിടുന്ന് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ആ സാക്സോ, ആ ഓർക്കസ്ട്ര കണ്ടു. സോ നമുക്ക് വി ഹാവ് ടു ഗോ ഓൺ ദ മൂവ്. സോ ലെറ്റ്സ് ഗോ. ഇങ്ങനത്തെ സ്ട്രീറ്റ്സ് കണ്ടിട്ടുള്ളൂ കേട്ടോ, ഇങ്ങനെ ആൾക്കാരും. പിസ്സയുടെ മണം, പിസേറിയ വെറുതെ അല്ല, പിസയുടെ മണല്ലേ, പൊട്ടല്ലോ. ഗ്രൂപ്പായിട്ട് നിർത്തിയിരിക്കുക. ഇത് കൊടുത്തിട്ട് 4 ഗ്രൂപ്പ് ഫ്രണ്ടിലുണ്ട്. 2 മണി പറഞ്ഞത് ഇവിടുന്ന് വാങ്ങണം. വേറെ കട ഉണ്ടായിരുന്നു നല്ലത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. അതെല്ലേ, എന്നാ അങ്ങോട്ട് പോവാ. മുതലാളി ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാ, ഇതൊക്കെ വരും. ഇവിടെ ആക്ച്വലി ഇപ്പൊ ഞങ്ങള് ഒരു സംഭവം വെയിറ്റ് ചെയ്യാണ്. 12 മണിക്ക് ഇവിടെ കറക്റ്റ് ബെല്ലടിക്കും. അത് വെയിറ്റ് ചെയ്യാണ്. ഇറ്റ് ബി നൈസ് സൈറ്റ് നോ. പിന്നെ അതൊന്ന് കണ്ടിട്ട് പോവാം. നമ്മളപ്പോ വെനിസിന് പതുക്കെ പോവാണ്. നല്ല വെയിലിവിടെ ഇപ്പോൾ. തണുപ്പൊക്കെ പോയി. 12 മണിയായി. സോ ഓബിയസ്ലി ഇവിടെ പറഞ്ഞിട്ടായിരുന്നു കുറച്ച് ചൂടായി വരുന്നുണ്ട്. പക്ഷെ നല്ല അത്യാവശ്യം ഒരു കൂൾ ബ്രീസ് ഉണ്ട്. സോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്. നല്ല ലൈക്ക് ഇത്രയും വന്നതിൽ ഏറ്റവും നല്ല ക്ലൈമറ്റ് വൈസ് ഐ ഗസ് ഇറ്റലിയാണ് സുഖം. ഇങ്ങനെ കാലത്തൊരു ഇത്തിരി തണുപ്പുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇറ്റ് ഇസ് ഫൈൻ. നമ്മൾ പോവുകയാണ്. ലെറ്റ്സ് ഗോ. നമ്മൾ ഇതിലേക്കാണ് വന്നത് കേട്ടോ, മറ്റേ ഗൊണ്ടോള. ഇത് ഗൊണ്ടോളയല്ല, അതിലേക്കാണ് വന്നത്. ആർ സേയിങ് ടാറ്റാ ടു വെനിസ്. അയ്യോ, ഞങ്ങളിപ്പോൾ താഴെയാണ് ഇരിക്കുന്നത് ബോട്ടിൻ്റെ. സോ ഈ ഒരു വ്യൂ കിട്ടാനായിട്ട്. ബട്ട് ദിസ് വാസ് നൈസ്. ബൈ ബൈ വെനിസ്. ഒരു സിറ്റി ഫുള്ളി മാൻമെയ്ഡാന്ന് പറയുമ്പോൾ ആൻറ്റി ഒരു ഹായ് പറയൂ. ഹായ് ആൻറ്റി, ഹായ് പറയൂ. ഹായ് ഹായ്. യെസ്, വെനിസ്. അപ്പോൾ സീ യു വെനിസ്. See you soon.
തിരിച്ചെത്തി, മെയിൻലാൻഡിലെത്തി. ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ലഞ്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. കാരണം ഞങ്ങൾക്ക് അടുപ്പിച്ച് കുറച്ച് ലോക്കൽ ലഞ്ച് ആയിരുന്നു. അപ്പോൾ our tour manager made sure that we get our taste buds right. So നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ബോംബെ സ്പൈസ് റെസ്റ്റോറൻറ്റ് ഇന്ത്യ. Let's go.